ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റിൽനെസ് കഫേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചീസി ചിക്കൻ ക്രേപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് നമുക്ക് 2 കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. രണ്ട് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചായി നമുക്കിത് ചേർത്ത് കൊടുത്ത് കട്ടയില്ലാതെ നന്നായി കലക്കിയെടുക്കണം. പാലൊഴിച്ചിട്ട് നമ്മളിപ്പോൾ ഇതേപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആവശ്യത്തിനനുസരിച്ച് കുറച്ചായി ഒഴിച്ചിട്ട് നമുക്കൊരു ബാറ്റർ ആക്കിയെടുക്കണം. ഈ ബാറ്റർ അത്യാവശ്യം ലൂസായിട്ടാണ് വേണ്ടത്, തിക്കാവരുത്. അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനൊരു 2 കപ്പ് മാവിലേക്ക് 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു 4-5 പീസ് ചിക്കൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ബോൺലെസ് പീസ് ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ വിത്ത് ബോണാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരൽപ്പം ഗരം മസാല, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായൊരു മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ഞാനൊരു 3 മീഡിയം സൈസിലുള്ള സവാള ഇവിടെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വഴന്നു പോകേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ട് കളർ മാറിയാൽ മതി. ഇതിലേക്ക് ഞാൻ 1 കപ്പ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ ക്യാപ്സിക്കമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം ചേർത്തതിന് ശേഷം ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഞാനിവിടെ വേവിച്ചെടുത്ത ചിക്കന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 കപ്പോളം ഉണ്ട്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് എരിവ് നോക്കിയിട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വേറെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. ചിക്കൻ വേവിക്കുമ്പോൾ ചേർത്തിട്ടുള്ള മുളക് പൊടിയും കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായി കുരുമുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിന് മൂടി വെക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉപയോഗിച്ച് നമുക്ക് ഓരോ ഗ്രേപ്സ് ഇവിടെ റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു തവ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ കോരി ഒഴിക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നല്ല നൈസായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കണം. ഇനി അല്പം തീ കൂട്ടി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തവയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ ഷീറ്റും റെഡിയാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ഷീറ്റൊക്കെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഓരോ ഷീറ്റ് എടുത്ത് നമുക്ക് ആദ്യം ചീസി ചിക്കൻ ക്രീപ്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിന് നടുവിലായി അല്പം ചീസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിൽ അല്പം കൂടെ ചീസ് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് മടക്കിയെടുക്കാം. ഇതേപോലെ നമ്മളൊരു സ്ക്വയർ ഷേപ്പിലാണിത് മടക്കിയെടുക്കേണ്ടത്. ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി. ഇതിൻ്റെ സൈഡൊക്കെ ഇനി നമുക്ക് ഷാലോ ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഇതുപോലെ നമുക്ക് എല്ലാ ക്രീപ്സും റെഡിയാക്കി എടുക്കണം. ഇത് നമുക്ക് ചീസ് ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ക്രീപ്സ് ഒക്കെ ഞാനിവിടെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു തവ ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ ക്രീപ്സായി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്.
അപ്പോൾ നമ്മുടെ ക്രീപ്സ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രീപ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ചീസ് ഫില്ലിംഗ് വെച്ചിട്ടുള്ളതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.